റബ്ബിന്റെ താക്കീത് യുഅദ്ദിബുകും അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷ നിങ്ങളെ നാം ശിക്ഷിക്കും. മാത്രമല്ല റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമല്ലോ, അതിന് നിങ്ങൾക്ക് മടിയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ിടക്ക് നമുക്കൊക്കെ താല്പര്യമുള്ള ഏത് വിഷയങ്ങളാണ് നമ്മളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്, അതിനൊക്കെ നമ്മൾ അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തുന്നില്ലേ? നമുക്ക് താല്പര്യമുള്ള ഏത് വിഷയത്തിനാണ് നമ്മൾ സമയം കണ്ടെത്താത്തത്? ഏത് തിരക്കുകൾക്കിടയിൽ നിന്നും സമയങ്ങളെ വെട്ടിക്കുറച്ച് ക്രമീകരിച്ച് ഇതെനിക്ക് ഖബറിൽ പോയി കിടക്കുമ്പോൾ രാജാതിരാജനായ റബ്ബിന്റെ മലായിക്കത്തുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ചൂടാതെ ഉത്തരം പറഞ്ഞ് ഉദമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുവാനാണ് ഞാൻ ഈ സമയത്തെ ക്രമീകരിക്കുന്നതെന്ന ചിന്തയോടുകൂടി യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ, ഈ ദീനിന്റെ കാവലാളായി മാറുവാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഒഴിവാക്കി ഇതിന്റെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ അല്പസമയത്തിന് വേണ്ടി റബ്ബിനോട് കെഞ്ചുന്ന സമയം വരാനുണ്ട്. എനിക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, എനിക്ക് ഈ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ, എനിക്ക് എന്റെ ഇബാദത്തുകളിൽ ഇത്രയുള്ള നമ്മുടെ ജീവിതം. ആ സമയത്ത് സമയമില്ല എമ്പരങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വിലപിക്കുന്ന നേരമാണ് മരണനേരം. നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആ വർത്തമാനം വെറുതെയായിരിക്കും, അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. എന്നാലും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ ദുഃഖം മരണത്തിന്റെ വേളയിൽ നമ്മെ പിരിഞ്ഞു പോകുന്നില്ല. നാളെ ആഖിറത്തിൽ രണ്ടാമതാ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിലും അതേ കാര്യം തന്നെ കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ പഠിപ്പിക്കുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. കുറ്റവാളികളായ ആളുകൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അവന്റെ മുമ്പിൽ അങ്ങനെ ശിരസ് കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കുറ്റബോധത്തോടെ നിൽക്കുകയാണ്.